ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖം തന്നെയല്ലേ? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും. ഈ ഭാഗത്ത് വെള്ളത്തിന് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇടങ്ങേറാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ വെള്ളം കൂടി ഞങ്ങൾക്ക് നേരം പോലെ കിട്ടുന്നില്ല. മുറ്റത്തും കുറേ പൈപ്പൊക്കെ ഉണ്ട്, എന്നാലും അതിലൊന്നും വെള്ളം വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് കുടത്തിലൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ കഴിഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 മക്കളെ കരയിച്ചും വെള്ളം കൊണ്ടുവരുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇടങ്ങേറായിരുന്നു. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഇപ്രാവശ്യമാണ് കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ഇല്ലാണ്ടായത്. എന്താ പറയുക, അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് കുഞ്ഞിമ്മയും ഇപ്പയും, കുഞ്ഞിമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാടെ രണ്ടാമത്തെ ഭാര്യയാണ്. അപ്പോൾ അവരൊക്കെ ഈ മക്കളെ കരയിപ്പിച്ച് കണ്ട് വെള്ളം അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഈ വീഡിയോസിൽ കൂടെ കണ്ടിട്ട് അവർക്ക് തന്നെ ഇടങ്ങേറായിട്ട് അവർ കുഴൽക്കിണർ എന്ന് വെച്ചാൽ ഇപ്പം കുഴൽക്കിണറിന് വേണ്ടിയിട്ട് ആളെ കൊടുന്ന് നോക്കിയൊക്കെ ചെയ്തിട്ടോ. വെള്ളത്തിൻ്റെ എന്താ പറയുക, വെള്ളത്തിൻ്റെ സ്ഥാനമൊക്കെ നോക്കിച്ച് അങ്ങനെ കുഴൽക്കിണർ അടിക്കുക. അപ്പോൾ ഇവിടെ വെള്ളം കാണുമെന്നൊക്കെ വന്നവർ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉപ്പയും കുഞ്ഞുമ്മയും അവിടുന്ന് ചെയ്തിട്ടോ. ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ പൂക്കൂരാണ്, ചാലിശ്ശേരി ഭാഗം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് തന്നെ ആളുകളെ കൊടുന്ന് കുഴലടിക്കാനുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിച്ച് അവർ കാലത്ത് വന്നിട്ടോ. കാലത്ത് 7 മണിയാകുമ്പോഴത്തേന് വന്നിട്ട് കുഴലടിക്കാനുള്ള പണികളൊക്കെ നോക്കി. അന്ന് രാവിലെ തന്നെ കുഞ്ഞിമ്മി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം വരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ഭാഗ്യപരീക്ഷണമല്ലേ, വെള്ളം കിട്ടൂലേ. ഇവിടെ ഒരു കുന്നും പ്രദേശമാണ്, അപ്പോൾ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പം കടയിൽ ആളില്ലാത്ത കാരണം കടയിൽ വേറെ ആൾ വന്നതിന് ശേഷം ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഉപ്പാൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ ഇട്ടുങ്ങാണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഇതാക്കിയത് കേട്ടോ. ഈ ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും തിരക്കേടില്ലായിരുന്നു. അത് ആ ലൈൻ പൈപ്പിലും വെള്ളം വരുന്നില്ല, മുറ്റത്തും പൈപ്പുകളും ഉണ്ടല്ലോ, അതിലും വെള്ളം വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ ദിവസം കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും 4 മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്ക് ഇപ്പോഴും വെള്ളത്തിൽ കളിച്ചും കൊണ്ടാണ് അവരൊക്കെ. പിന്നെ ഒന്നിനും വെള്ളം ഉണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിൽ നിന്നൊക്കെ തന്ന് സഹായിച്ചിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. മോട്ടർ ഇട്ട് തന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഞങ്ങൾ 4 ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും എത്ര വെച്ചിട്ട് അവരോടിങ്ങനെ അവരും ബുദ്ധിമുട്ട് തന്നെയല്ലേ, ഈ വേനൽക്കാലമല്ലേ, അവർക്കും 2-3 കുടിക്കാരൊക്കെ കഴിയേണ്ടതല്ലേ. അപ്പം അങ്ങനെ എന്നാലും കുഴലടിക്കാനും വേണ്ടിയിട്ട് അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ കേട്ടോ ഞങ്ങൾക്ക് വെള്ളം അടിച്ചു തന്നതൊക്കെ. എന്നിട്ട് അൽഹംദുലില്ലാ 185 അടിക്ക് തന്നെ വെള്ളം കണ്ടിട്ടോ. നല്ല സ്ട്രോങ്ങിൽ വരാത്ത കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ അപ്പ തന്നെയാണ് കേട്ടോ. അപ്പാടെ പൈസ തന്നെയാണ്, അല്ല ഞങ്ങളേലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒക്കെ അപ്പ തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പാടെ കയ്യിൽ ഇനിയും കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും വെള്ളം കിട്ടിയിരിക്കണ്. ഞാനിതിൻ്റെ വീഡിയോ അതിൻ്റെ കുറേ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ മാക്സിമം അത് നല്ലപോലെ ഉപയോഗിച്ച് ഈ വെള്ളം ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. കുറേ സമാധാനക്കേടാണെങ്കിലും നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു സമാധാനം, ഈ വെള്ളത്തിൻ്റെ ഒരു സമാധാനം നമുക്കായിട്ടുണ്ട് കേട്ടോ. പടച്ചോനെ എല്ലാതൊക്കെ നമുക്ക് ശരിയാക്കി തരുമായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അവരെ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, കുഴൽക്കിണർ കുത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി കയറാത്ത കാരണം അവിടെ താഴത്താണ് കേട്ടോ വണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. അവിടുന്ന് സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊടുന്നേക്കാണ് കേട്ടോ. ഇവിടെ കുഴൽക്കിണറിൻ്റെ സ്ഥാനം കണ്ടിരിക്കുന്നത് ഇടയുടെ ഈ ഭാഗത്ത് അങ്ങനെ ആയിട്ടാണ് കേട്ടോ. ആ മതിലിൻ്റെ ആ സൈഡിൽ അവിടെ ആ കമ്പി വെച്ച ഭാഗത്താണ് കേട്ടോ. അവിടെ ഒരു പുളി ഉണ്ടായിരുന്നു, ആ നിൽക്കുന്ന പുളി അത് കംപ്ലീറ്റ് വെട്ടണം പറഞ്ഞ്. അപ്പോൾ ഡ്രമ്മൊക്കെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ വെള്ളം നിറച്ച് ആ
അടുത്ത വീട്ടിലത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വെള്ളം കൊടുന്ന് നിറച്ചിട്ടോ. പിന്നെ അവർ അതിൻ്റെ പണിയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ പണികളൊക്കെ അവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുട്ടികളും അവരുടെ കൂടെ ഉണ്ട് കേട്ടോ. അടി അടിച്ചിട്ടും വെള്ളം കാണാത്തപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചു കേട്ടോ. ഇവിടെ കുന്നും പ്രദേശമല്ലേ, അങ്ങനെ പെട്ടെന്ന് വെള്ളം കാണില്ല. എന്നിട്ട് പിന്നെ അവരിങ്ങനെ കുഴലിറക്കുന്നുണ്ട്. അങ്ങനെ 185 അടിക്ക് വെള്ളം കണ്ടു. അൽഹംദുലില്ലാ, അങ്ങനെ വെള്ളം കണ്ടിട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല സന്തോഷമായി. പിന്നെ ഒരുപാട് പെട്ടെന്ന് തന്നെ ഈ എന്താ പറയുക പാറപ്പൊടിയൊക്കെ കണ്ടിട്ടോ. അപ്പോൾ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം നല്ല ഒലിച്ച് വന്ന് മേലെ കൂടെ നല്ല തൂറ്റിപ്പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്ട്രോങ്ങിൽ വെള്ളം വരാത്തതുകൊണ്ടേ. അങ്ങനെ 185 അടിക്ക് വെള്ളം കണ്ട് 400 അടി വരെ നിലനിർത്തിട്ടോ. അങ്ങനെ കുഴൽ കിണറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ട്, അത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അവർ മോട്ടർ വെക്കാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അടിയിൽ കൂടെ പൈപ്പ് ഇടാനും വേണ്ടിയിട്ട് അവിടെയൊക്കെ കിടക്കുകയാണ്. ഒരു വണ്ടിയിൽ കൂടുവണ്ടിയിൽ മോട്ടർ അതിൻ്റെ പൈപ്പൊക്കെ കൊടുന്നിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒപ്പം തന്നെയാണ് ചെയ്യണത്. ഇപ്പം അവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളെ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൈപ്പ് ഇറക്കണതിൻ്റെ മുമ്പ് തന്നെ കയറ് കെട്ടിയിട്ട് വെള്ളം ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ടപ്പോൾ അവരത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവരങ്ങനെ ചെയ്യും കേട്ടോ. ഇവിടെ 465 അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം എത്രയാണ് ലാസ്റ്റ്. 65 അല്ല കളി കളി അപ്പോൾ കുഴപ്പമില്ല. വെള്ളമുണ്ട് ധൈര്യമായി ചില സമാധാനം 200 മേലക്കുള്ള
498. 498. ഉണ്ട് വെള്ളം മുകളിൽ കിടക്കുന്നത്. 300 അടി വെള്ളമല്ലേ? 300 ഇല്ല അല്ലേ? ഉണ്ടാവും. അതില്ലല്ലോ. 465 അല്ലേ? 98. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നടക്കുക. പൈപ്പ് ഇടാനും വേണ്ടിയിട്ട് അവിടെയൊക്കെ കിളച്ച് നേരാക്കുകയാണ് കേട്ടോ. രാത്രി ആവാനായിക്കണം കേട്ടോ. ഒരു ഉച്ചയ്ക്ക് ശേഷം വന്ന കാരണം പെട്ടെന്ന് പണി കഴിഞ്ഞില്ല. അപ്പോൾ രാത്രി ആവാനായിക്കണം. അപ്പോൾ ഇതാ പൈപ്പ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി ഒരുപാട് വൈകിയതോടെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അവർ വന്നത്. പിന്നെ അവർ അങ്ങനെയൊക്കെ ആക്കി വെച്ചു. അങ്ങനെ അൽഹംദുലില്ലാ നമുക്കും വെള്ളം കിട്ടിയിട്ടോ. എന്നിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് നേരം തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വെള്ളം പശ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാനും വേണ്ടിയിട്ട് കുറച്ച് നേരം തുറന്നിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓണാക്കേണ്ടി ഓഫാക്കേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പിയും കുഞ്ഞിമ്മയൊക്കെ ഒരു 100,000 വട്ടം പറഞ്ഞു തന്നിട്ടാണ് ഇപ്പോൾ പോയിക്കുന്നത്. ഇന്നത്തെ വീഡിയോ